ഹായ് ഫ്രണ്ട്സ്, എസ്റ്റേഴ്സ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി സുബീഷ്. എസ്റ്റേഴ്സ് ഫാഷൻസ് ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഒരുപാട് ആലിയ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ. ആലിയ കട്ടിൻ്റെ ഒരുപാട് വെറൈറ്റി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതെന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ വരച്ചിരിക്കുന്ന മോഡലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇത്രയും വിരിവാണ് വരുന്നത്. ഇതാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അത്രയും രസമുള്ള ഷെയ്ഡാണ്. നല്ല ഡാർക്കർ മെറൂണാണ് കേട്ടോ. അതിൽ സെയിം പീസിൽ തന്നെ സെയിം കളർ ഡാർക്ക് മെറൂണിൽ തന്നെ പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പാച്ചാണ് കേട്ടോ യോക്കിൽ വന്നിട്ടുള്ളത്. അതിന് നല്ല ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ബോർഡറായിട്ട് ലേസാണ് കൊടുത്തിരിക്കുന്നത്. കുത്തണ ലേസൊന്നും അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേ കളറിലുള്ള ലേസാണ് കൊടുത്തിരിക്കുന്നത്. യോക്കിൽ കൊടുത്തിട്ടുള്ള സെയിം പാച്ച് തന്നെ സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഒരു 17 ഇഞ്ചസ് ലെങ്ത്ത് വരുന്നുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു 46-47 ഇഞ്ചസ് വരുന്നുണ്ട്. ഈ സ്ക്രീനിൽ കാണിക്കുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ. നേരിട്ട് കാണാൻ അതിനും മനോഹരമാണ്. നല്ല ഇതിൽ സ്ക്രീനിൽ കുറച്ചും കൂടി ഒരു റെഡിഷായിട്ട് ചെറുതായിട്ട് റെഡിഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നേരിട്ട് നല്ല കരി മെറൂൺ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിന് ടൈം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസ് റിവ്യൂ കണ്ടു നോക്കാം. ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളർ കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളർ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല വാവ് പ്രൈസിൽ നല്ല വാവ് കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. റിങ്കിൾ റയോണാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ കണ്ടോ ബാക്ക് പോർഷനിലും ഈ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്, ഫ്രണ്ട് പോർഷനിലും ഈ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഈ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ലൈനിങ്ങിന് പകരം ഈ സെയിം മെറ്റീരിയൽ ഫുള്ളായിട്ടുണ്ട്. ഈ സെയിം മെറ്റീരിയൽ കൊണ്ട് ഫുള്ളായിട്ട് ആലിയ കട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ എക്സ്ട്രാ പീസ് കൊണ്ടാണ് ഇത് പാച്ച് കൊടുത്തിട്ടുള്ളത്, ഫ്രണ്ടിലും ബാക്കിലും. അപ്പോൾ ബാക്കിൽ ഇത്ര പോർഷനും ഫ്രണ്ടിൽ ഈ ഒരു കട്ടിങ് വരുന്ന ഇത്രയും പോർഷനും ലൈനിങ് ഉണ്ടെന്ന് തന്നെ പറയാം. രണ്ട് മെറ്റീരിയൽ വരുന്നുണ്ട് എന്ന് വെച്ച് നമുക്ക് എക്സ്ട്രാ തടി തോന്നിക്കോ ഓവറായിട്ട് നിൽക്കുമൊന്നുമില്ല കേട്ടോ. ലൈനിങ് ഉള്ള പോലത്തെ ഫീൽ തന്നെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴെ ഒട്ടേക്ക് ലൈനിങ് വരുന്നില്ല. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റാണ് കേട്ടോ. കണ്ടോ, റിങ്കിൾ റയോണാണ് മെറ്റീരിയൽ വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വീനക്കാണ് വരുന്നത്. കണ്ടോ, നല്ല ഒതുങ്ങിയ വീനക്കാണ് കേട്ടോ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വീനക്കാണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒട്ടും തടി തോന്നിക്കില്ല കേട്ടോ, ഒതുങ്ങി നിൽക്കുന്ന മോഡൽ തന്നെയാണ്. കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇങ്ങനെ അടക്കി വെച്ച പോലെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതിനെ ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് XL, XXL മാത്രമാണ് കേട്ടോ. അപ്പോൾ ലാർജുകാർക്ക് XL എടുത്തിട്ട് ജസ്റ്റ് ഈ കൈ തൊട്ട് ഈ പോർഷൻ വരെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ബാക്കി ടൈ ചെയ്തിട്ട് ഉപയോഗിക്കാം. XLകാർക്ക് XL തന്നെ എടുക്കാം, XXLകാർക്ക് XXL എടുക്കാം കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ XL, XXL മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 690 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ ഈ ഐറ്റം 690 രൂപയ്ക്ക് കേട്ടോ 690ക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. വളരെ നല്ല കംഫർട്ടബിളായിട്ട് നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നല്ല എലഗൻ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന കുർത്തിയാണ് കേട്ടോ. അത്രയും സൂപ്പർ കുർത്തിയാണ്. നമുക്കിത് കയ്യിലിരുന്ന് ഫീൽ ചെയ്യുമ്പോൾ അറിയാം, അത്രയും സോഫ്റ്റ് മെറ്റീരിയലിൽ അത്രയും രസമായിട്ടുള്ളൊരു കുർത്തിയാണ്. അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളക്ഷൻ കണ്ടു നോക്കാം. നെക്സ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ. നല്ല ക്യാപ്സ്യൂൾ മെറ്റീരിയലാണ് കേട്ടോ. അതായത് കോട്ടണും ഹെവി റയോണും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ക്യാപ്സ്യൂള്. അതാണിത് വന്നിട്ടുള്ളത്. അത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റാണ് കേട്ടോ. ഇത് ഓൺ ഡിസൈനാണ് കേട്ടോ. അത് ഡ്രസ്സിൽ തന്നെയുള്ള ആ ക്ലോത്തിലുള്ള ഡിസൈനാണ്. ഒരു ഷിബോരി പ്രിൻ്റ് മോഡലാണ് വന്നിരിക്കുന്നത്. അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഷൈനിങ് ഉള്ള വർക്കാണ് കേട്ടോ. കണ്ടോ, കട്ട് ബീഡിൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണ് കേട്ടോ. മീഡിയം മാത്രമേ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഫ്രണ്ട് ബോർഡ് ഇങ്ങനെയാണ്, ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്ലാക്കിൽ ആഷും
ഒരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ കൂടിയിട്ടുള്ള ഒരു ഇതാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ എക്സാക്റ്റ്. ഒരു മങ്ങിയിരിക്കുന്ന മോഡലാണല്ലോ കേട്ടോ, നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. ഇതാണ് നെക്സ്റ്റ് വരുന്നത്. മീഡിയമാണ് സൈസ്. എനിക്കിത് സൈസ് കിട്ടില്ല കേട്ടോ, അതാണ് ഞാനിത് വെയർ ചെയ്ത് കാണിക്കാത്തത്. ഇത് മീഡിയം സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫുൾ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫ്രണ്ടിൽ മാത്രം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അതായത് ഒരു സൺസെറ്റ് കളർ എന്നൊക്കെ പറയില്ലേ, റെഡും ഓറഞ്ചും കൂടി മിക്സായിട്ട് ഒരു ഷിബോരി മോഡലിൽ വന്നിട്ടുള്ള തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇതിലും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ. കണ്ടോ, ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട്. വി ആണ് നെക്ക്, രണ്ടിൻ്റെ നെക്ക് വി ആണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്ലീവ് ഒരു 17 ഇഞ്ചസ് ഉണ്ട്. ടോപ്പിൻ്റെ ലെങ്ത്ത് 47-48 വരെ ഉണ്ട് കേട്ടോ. ആലിയ കട്ടാണ് മോഡല്. ഫ്രണ്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. ബാക്കിൽ എയർലൈനാണ് കേട്ടോ. രണ്ടിൻ്റെയും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ഇതും 38 ആണ് കേട്ടോ. മീഡിയമാണ് സൈസ് വരുന്നത്. മീഡിയം സൈസ് വന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്നതിനൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ഡാർക്കർ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ കറക്റ്റ് നേരിട്ടിട്ട്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഈ ഫ്രണ്ട് പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കോട്ടൻ്റെ ലൈനിങ് ആണ് കേട്ടോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ക്ലോസ് റിവ്യൂ വരുന്നത് റിങ്കിൾ ഡ്രൈവൺ ആണ് കേട്ടോ. മെറ്റീരിയൽ ഇവിടെ നല്ലൊരു പ്രിൻറ്റും ഇവിടെ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. ആലിയ കട്ടിലാണ് വരുന്നത്. നല്ല കളറാണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് വരുന്നത്. ഈ യോക്കിൽ കൊടുത്ത സെയിം പാച്ച് തന്നെ സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഹെയർ ലൈനാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 46-47 ആണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 17 ഇഞ്ചസ് ആണ് കേട്ടോ. സ്ലീവ് എല്ലാം വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ഈ ഒരു യോക്ക് ഏരിയ മാത്രം ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്രൈപ്പ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഉൾഭാഗം കാണിച്ചു തരുന്നത്. ഉണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ. ഫുൾ ഇവിടെ മാത്രം ലൈനിങ്ങും ഓവർലോക്കോടും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ ഇവിടെ എല്ലാം ഓവർലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണെങ്കിലും നമ്മളുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് അളവ് കറക്റ്റ് ആണെങ്കിൽ കൂടി നമ്മൾ ഒരു സ്റ്റിച്ച് അതുമ്പോൾ ഒന്ന് കൊടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ഒരു സ്റ്റിച്ച് വിട്ടിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്യണേക്കെ ഏറ്റവും ബെറ്റർ നമുക്ക് പുതിയത് കിട്ടി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്നതൊക്കെ മുന്നേ തന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ക്വാളിറ്റി കൂടും. പിന്നെ നമ്മൾ റിംഗിൾ ഡ്രൈവൊന്നും കളറാകുന്ന പ്രശ്നം വരില്ല. പക്ഷേ കോട്ടണോ മറ്റ് മെറ്റീരിയൽസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കളർ ഗാർഡ് യൂസ് ചെയ്ത് ഫസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ കുർത്തിക്ക് കളർ ഇളകുകയില്ല, ഒരു പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫസ്റ്റ് വാഷ് ചെയ്യണത് കളർ ഗാർഡിൽ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് മാത്രമല്ല, ഹാൻഡ് വർക്ക് കുർത്തികൾ അലക്കുമ്പോഴൊക്കെ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് കേട്ടോ. നമുക്ക് അതിനൊന്നും ഗ്യാരണ്ടി തരാനായിട്ട് സാധിക്കില്ല. അപ്പം ഞാൻ വാഷ് കെയർ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. വീഡിയോയിലെല്ലാം കൂടി പറഞ്ഞ ലെങ്ത്ത് കൂടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 590 വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. 590 രൂപയ്ക്ക് ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മളിത് ഫ്രീ ആയിട്ട് എത്തിക്കും. 590 രൂപയ്ക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ണടച്ച് പർച്ചേസ് ചെയ്യാം. നല്ല സൂപ്പർ കളറാണ്, നല്ല ഡിമാൻഡുള്ളൊരു കളറാണ് കേട്ടോ. നല്ല ഡാർക്ക് എന്താ പറയുക, പർപ്പിളെന്നോ വയലറ്റ് എന്നൊക്കെ പറയാം. വയലറ്റ് അല്ല, ഡാർക്ക് പൈൻ പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയാം. വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന ഈ സെയിം കളർ തന്നെയാണ് വരുന്നത്. ഒരു ഡാർക്ക് മുന്തിരി കളറോ എല്ലാം കൂടി ബ്ലെൻഡായിട്ട് റിംഗിൾ ഡ്രൈവറിൽ വരുന്ന നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൂപ്പർ കളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ച കുർത്തിയുടെ ഉള്ളേരിയ ഞാൻ കാണിച്ചു തരാൻ മറന്നു പോയിട്ടോ. അതിന് ലൈനിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കണ്ട സെയിം ക്ലോത്ത് ഉണ്ട്. അതിൽ ഒരു എക്സ്ട്രാ ക്ലോത്താണ് കേട്ടോ ഇത്. കണ്ടോ, അങ്ങനെ 2 ക്ലോത്താണ് കേട്ടോ. ഇത് 2 ക്ലോത്താണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഓവർലോക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ ഭാഗവും ഓവർലോക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, സ്ലീവിലും ഇവിടെ ഈ കട്ടിങ് വന്നിടത്ത് എല്ലാം നെക്കിലും ഓവർലോക്ക് വന്നിട്ടുണ്ട്. ഇതാ ബാക്ക് പോർഷനിലും ഇതവിടെ ഡബിൾ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. ഫുൾ ഓവർലോക്കോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനത് കാണിക്കാൻ വിട്ടുപോയിട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡായിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ലാർജ് തന്നെയാണ് വെയർ ചെയ്തത്. ഇത് ലാർജ് എനിക്ക് പാകമാണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇത്രയും വിരിവോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. കുഞ്ഞു കുഞ്ഞ ഫ്ലീറ്റ്സാണ് വന്നിട്ടുള്ളത്. വിയാണ് നെക്ക് വരുന്നത്.
ഒരു 17 ഇഞ്ചസ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു 46-47 വരുന്നുണ്ട്. ഇതൊരു ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത്. ബാക്ക് എ ലൈനാണ് കേട്ടോ. ഇവിടെ പ്രിൻറ്റഡ് ആണ്. ഈ പോർഷൻ മാത്രം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് വരുന്നത്. ഈ കളറാണ് ഡാർക്ക് ഗ്രീൻ കേട്ടോ. റിംഗിൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. വി ആണ് നെക്ക് വരുന്നത്. നെക്കിൽ സെയിം ഗ്രീൻ കൊണ്ട് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്രിൻറ്റഡ് ആണ് ഈ യോക്കയിൽ വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയ ചെറിയ ഫ്ലേറ്റ്സ് ആണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഒതുങ്ങിയ ഒരു വി നെക്കാണ് വന്നിട്ടുള്ളത്. ബാക്ക് പോർഷൻ ഹെയർ ലൈനാണ്. സ്ലീവും ബോഡി പോർഷനും വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ഈ യോക്ക് ഏരിയ മാത്രം ഫ്രണ്ടിൽ മാത്രം ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ. ഇത്രയും വിരിവോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ടൈ കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ലൈനിങ്. നല്ല ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ടാണ് കേട്ടോ യോക്ക് ഏരിയ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് എല്ലാ ഭാഗവും ഓവർലോക്കോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. റിംഗിൾ റയോണാണ് മെറ്റീരിയൽ. ഇത് ഡാർക്ക് ഗ്രീനാണ് കളർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം, ലാർജ്, XL, XXL ആണ്. പ്രൈസ് വരുന്നത് 590 വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. 590 രൂപയ്ക്ക് ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി പ്രൊഡക്റ്റ് എത്തിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ കണ്ട് നോക്കാം. എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ മാത്രം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയണമെന്ന്. അതിലാർക്കും ഒന്നും തോന്നരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സെയിം ഫീച്ചേഴ്സ് തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് സ്കിപ്പ് അടിച്ച് പോകും. അടുത്ത കളർ ഏതാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷമുണ്ട്. അപ്പോൾ അവരിതിൽ പറയണ കേൾക്കില്ല. അപ്പോൾ സ്കിപ്പ് അടിച്ച് പോകുമ്പോൾ അടുത്തതിലത് ഷോർട്ടായിട്ട് അതിന് റിപ്പീറ്റേഷൻ കൊടുത്താൽ അവർക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറയണത്. ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നവർക്കൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലരൊന്നും ചോദിക്കാതെ ക്യാഷ് ഇടട്ടേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കൂട്ടോ, അതിന് ശേഷം ക്യാഷ് ഇട്ടിട്ട് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാ ടൈമിലും നമുക്കതങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതല്ലേ. മാക്സിമം ഞാൻ ഇപ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും അതങ്ങനെ ചോദിച്ചിട്ട് തന്നെയാണ് ഓർഡർ എടുക്കുന്നത്. അപ്പോൾ എങ്ങാനും ഞാനത് വിട്ടുപോയാലും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ചിലർ ഇതിൽ കണ്ട കാര്യം തന്നെയാവും ചിലപ്പോൾ ചോദിക്കുക, പുതിയതായിട്ടൊന്നും ആവില്ല ചോദിക്കുന്നുണ്ടാവുക. അപ്പം ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വീഡിയോ കാണാതെ വന്നിട്ട് എന്നോട് എല്ലാം ചോദിക്കാനല്ല. വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഷോൾഡറോ അല്ലെങ്കിൽ ബെസ്റ്റ് ഏരിയയോ അല്ലെങ്കിൽ ലെങ്ത്തോ എന്തെങ്കിലും എക്സ്ട്രാ അളന്നിട്ട് എന്നെ കറക്റ്റ് അറിയണം, എനിക്ക് ഞാൻ എടുക്കാൻ പോണ ടോപ്പിൻ്റെ എന്തെങ്കിലും അറിയണമെന്ന് പറയുകയാണെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നിങ്ങളോട് ചോദിക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ റിപ്പീറ്റ് അടിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്നും തോന്നരുത്. ഇതാണ് കേട്ടോ അതിൻ്റെ കാരണം വരുന്നത്. അപ്പം നമുക്കിതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടു നോക്കാം. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഇതാ വി ആണ് നെക്ക്, സെയിം പോലെ പൈപ്പിംഗ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്, പ്ലെയിൻ ആണ് കേട്ടോ. ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നർ പാർട്സ് വരുന്നത്, ഇന്നർ ഏരിയ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓവർലോക്കോട് കൂടിയിട്ടാണ് വരുന്നത്. ബാക്ക് പ്ലെയിൻ ആണ്. ഇവിടെ മാത്രം നല്ല ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മീഡിയം, ലാർജ്, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 590 വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. 590 രൂപയ്ക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഈ റേറ്റിന് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സെയിം മോഡലിൽ 3 കളറാണ് കണ്ടത്. ഡാർക്ക് ഗ്രീൻ, ഒരു ഡാർക്ക് പർപ്പിൾ വൈനൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളർ, അത് പിന്നെ ഈ ബ്ലാക്ക്. ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. നരച്ചതോ മങ്ങിയതായിട്ടുള്ള കളർ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. ഇത് 3ഉം വരുന്നത് യോക്ക് ഏരിയയിൽ മാത്രം ലൈനിങ്ങോട് കൂടിയിട്ടാണ്. ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു 17 ഇഞ്ചസ് വരുന്നുണ്ട്. 46-47 ഇഞ്ചസ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. വിരിയാണ് നെക്ക്, ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. 590 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് 590 രൂപയാണ് വരുന്നത്. നമ്മൾ ഏറ്റവും അധികം കാണിച്ചൊരു ഡാർക്ക് മെറൂൺ വരുന്നത് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അത് റിംഗിൾ റയോൺ ആണ് മെറ്റീരിയൽ. അത് ഫ്രണ്ടിലും ബാക്കിലും ഇവിടെ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഇത്ര പോർഷൻ, ഫ്രണ്ടിൽ ഇത്രയും ബാക്കിൽ ഈ ഹാഫ് പോർഷൻ വരെയും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അത് XL, XXL സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ കാണിച്ചത് ഒരു ക്യാപ്സ്യൂൾ മെറ്റീരിയലാണ്. അതായത് റയോണും നല്ല ഹെവി റയോണും കോട്ടണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്.
നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതിന് യോക്കിൽ ഹെവി വർക്ക് വരുന്നതാണ്. അതിൻ്റെ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ റേറ്റ് വരുന്നത് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാം മെറൂണിൻ്റെയും റേറ്റ് വരുന്നത് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ അടുത്തത് നമ്മളൊരു സൺസെറ്റ് മോഡൽ കളറാണ് കണ്ടത്. ഒരു ഹെവി റയോണിൽ ക്യാപ്സ്യൂൾ ചെറുതായിട്ട് ചെറിയൊരു കോട്ടൺ മിക്സ് ഉണ്ട്. അതിൽ ഫുൾ ഹെവി റയോൺ മാത്രമായിട്ടല്ല വന്നിട്ടുള്ളത്. എന്നാൽ ഫുൾ ക്യാപ്സ്യൂൾ ഒന്നും പറയാൻ പറ്റില്ല. രണ്ട് പകുതിയല്ല, കുറച്ച് റയോണാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. നല്ല ക്വാളിറ്റിയിലാണ്. അതിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുള്ള മോഡലാണ്. അതിനും 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലത്തെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എത്ര വേഗം നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. കുർത്തിയെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗീവ് അവേ ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷേ ഗീവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയാതെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കേട്ടോ ഇനി ഗീവ് അവേ വിന്നറൊക്കെ അനൗൺസ് ചെയ്യാം. നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ഗീവ് അവേ ഇടുന്നുണ്ട്. അതുകൊണ്ട് അത് നിർത്തില്ല. ഗീവ് അവേ എല്ലാം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.